നമസ്കാരം. അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു നിർണായക പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. അത് മറ്റെവിടുന്നുമല്ല, അതങ്ങ് പാകിസ്ഥാനിൽ നിന്നാണ്. പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ്. അപ്പോൾ ഇത്രക്ക് ബിൽഡപ്പ് കൊടുക്കാൻ കാരണം എന്തെന്നാൽ അത് ഒരു കൗതുക വാർത്ത ആയതുകൊണ്ട് തന്നെയാണ്. കാരണം 2027 അതായത് അടുത്ത വർഷം പാകിസ്ഥാൻ വേദിയാകുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി എന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ അതിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. അതും പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പാകിസ്ഥാൻ്റെ വിദേശകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇതൊരു സൗഹൃദത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടോ അതിൻ്റെ ഒരു പ്രകടനമായിട്ടോ ഒന്നും നിങ്ങളിത് കാണേണ്ടതില്ല. പകരം ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ക്ഷണിക്കുക എന്നുള്ളത് ആതിഥേയ രാജ്യത്തിൻ്റെ ഒരു പ്രോട്ടോകോൾ മര്യാദയാണ്. അപ്പോൾ അത് പ്രകാരമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിരിക്കുന്നത് എന്നാണ് അവർ വിശദീകരിക്കുന്നത്. എന്തുമായിക്കോട്ടെ, ഏതായാലും ഈ വർഷത്തെ 2026 ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി കിർഗിസ്ഥാനിൽ അടുത്ത മാസം ഈ മാസം അവസാനമായിട്ടും അതായത് ഓഗസ്റ്റ് 31 സെപ്റ്റംബർ 1 തീയതികളിലായിട്ട് നടക്കുകയാണ്. അപ്പോൾ ആ ഒരു സമ്മേളനത്തിൽ ഇന്ത്യയുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അടുത്ത വർഷം 2027 പാകിസ്ഥാൻ ഇത്തരത്തിലൊരു സമ്മേളനത്തിന് വേദിയാകുന്നത്. അപ്പോൾ ആ ഒരു പ്രോട്ടോകോൾ പ്രകാരമാണ് ഞങ്ങൾ ക്ഷണിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഏതാണ്ട് ഒരു വർഷത്തേക്ക് മുൻകൂട്ടി അങ്ങ് ക്ഷണിക്കാൻ പാകിസ്ഥാൻ ഇപ്പോൾ പ്രേരിപ്പിച്ച ഘടകം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ആ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം വലിയ രീതിയിലുള്ളൊരു പ്രതിച്ഛായ ഭംഗം ഇപ്പോൾ നേരിടുന്നുണ്ട്. അവിടെ വലിയ രീതിയിലുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയുമായിട്ട് വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ സിന്ധു നദീജല കരാർ റദ്ദാക്കിയ സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ കടുത്ത കുടിവെള്ളക്ഷാമം അടക്കമുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു. പിന്നെ രാജ്യത്തിനകത്ത് പലയിടങ്ങളിലായിട്ടുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ, പാക് അധീന കശ്മീരിൽ സംഘർഷം, ബലൂചിസ്ഥാനിൽ സംഘർഷം, അഫ്ഗാനിസ്ഥാനുമായിട്ട് ഏറെയും കുറഞ്ഞും യുദ്ധം നടക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ്റെ മൊത്തത്തിലുള്ള ഒരു അന്താരാഷ്ട്ര പ്രതിച്ഛായ ഒന്ന് മങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മുൻകൂട്ടി ഇന്ത്യയെ അങ്ങോട്ട് ക്ഷണിക്കുക അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങോട്ട് ക്ഷണിക്കുക എന്നതിലൂടെ ഒരു അന്താരാഷ്ട്ര മാധ്യമ ശ്രദ്ധയാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ മധ്യസ്ഥൻ്റെ റോൾ വഹിക്കാൻ പോയതും പാകിസ്ഥാനാണ്. പക്ഷേ ആ മധ്യസ്ഥ ശ്രമം ട്രംപിന് അത്ര ബോധിച്ചു, പക്ഷേ ലോകരാജ്യങ്ങൾക്ക് അത്ര ബോധിച്ചതുമില്ല. പാകിസ്ഥാൻ ആ ശാശ്വതമായ സമാധാനം അക്കാര്യത്തിൽ ഉണ്ടാകുന്നതിൽ ദയനീയമായി പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ പുതിയ ഒരു അവസരം എന്ന രീതിയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നത് എന്നുള്ളത് കൂടി ഓർക്കണം. മറ്റൊരു കാര്യം കൂടിയുണ്ട്. 2016 പാകിസ്ഥാൻ സാർക്ക് ഉച്ചകോടിക്ക് വേദിയായിരുന്നു. പക്ഷേ ആ സമ്മേളനം ഇന്ത്യ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. കാരണം 2016 ഉറി ഭീകരാക്രമണം നടന്നത്. അതിനുശേഷവും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് നിരന്തരം ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുൽവാമ അതിനുശേഷം നടന്നതാണ്. ഏറ്റവും ഒടുവിൽ പഹൽഗാം ഭീകരാക്രമണവും നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പം നിരന്തരമായി ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം പണ്ട് പല ഏറിയും കുറഞ്ഞും സൗഹൃദ അന്തരീക്ഷമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ സ്ഥായിയായി രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടാനുള്ള കാരണം ഈ ആവർത്തിക്കപ്പെടുന്ന ഭീകരാക്രമണങ്ങൾ തന്നെയാണ് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. ഇനി എന്താണ് ഈ SCO എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുക. SCO അതായത് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെയും റഷ്യയുടെയും അതായത് യൂറോപ്പും ഏഷ്യയും ചേരുന്ന ആ ഭാഗത്തെ ആ രാജ്യങ്ങൾ അതായത് ഇന്ത്യ ഉണ്ടാകും, ചൈന, റഷ്യ സ്വാഭാവികമായിട്ട് അവരുടെ നേതൃത്വത്തിൽ, പിന്നെ ഇന്ത്യ, പാകിസ്ഥാൻ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇറാൻ, ബെലാറൂസ് എന്നീ 10 രാഷ്ട്രങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ അവർ പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നത് ഭീകരവിരുദ്ധ പോരാട്ടം, വ്യാപാര വാണിജ്യ സഹകരണം, അതിർത്തി തർക്കം പരിഹരിക്കൽ, സാംസ്കാരിക കൈമാറ്റം ഇവയൊക്കെയാണ്. അപ്പോൾ ഓരോ രാജ്യത്തിനും ഇത് എല്ലാ വർഷവും നടക്കുന്ന ഒരു സമ്മേളനമാണ്. ഏറ്റവും പ്രധാന കൂടിക്കാഴ്ച അതാത് രാഷ്ട്ര തലവന്മാരുടെ ഒന്നെങ്കിൽ പ്രധാനമന്ത്രിമാർ അല്ലെങ്കിൽ പ്രസിഡന്റുമാർ ആ സമ്മേളനത്തിൽ പങ്കെടുക്കും. പിന്നെ മന്ത്രിതല ചർച്ചകൾ നടക്കും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് 2024 ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനിൽ ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് അവിടെ പോയിരുന്നു. പാകിസ്ഥാനിൽ നിന്നും ഇതേപോലെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ ഭാഗമായിട്ട് 2023
അവരുടെ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ ഇന്ത്യയിലേക്ക് വന്നതും നമ്മുടെ കാര്യം ഓർക്കണം. ബിലാവൽ ഭൂട്ടോൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘമാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. പക്ഷേ അതിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഇന്ത്യ ആ കാര്യത്തിലെടുത്ത തന്ത്രപരമായ ഒരു സമീപനമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വരാതിരിക്കാൻ കാരണം ആ കൂടിക്കാഴ്ച, ഉന്നതതല ആയിട്ടുള്ള കൂടിക്കാഴ്ച ഓൺലൈൻ വഴിയാക്കി. അപ്പോൾ അതുവഴി ഇപ്പോൾ നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഉക്രൈനുമായിട്ടുള്ള യുദ്ധവും മറ്റ് കാര്യങ്ങളും ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് നേരിട്ട് പങ്കെടുക്കാൻ അസൗകര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ ഒരു സൗകര്യമായി അങ്ങനെ ഓൺലൈൻ കൂടിക്കാഴ്ച. കൂടാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമേരിക്കൻ പര്യടനവുമായി ബന്ധപ്പെട്ടുള്ള ചില തിരക്കുകളുള്ളതുകൊണ്ട് അദ്ദേഹത്തിനും നേരിട്ട് അതിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാരണവും ആണ് ഔദ്യോഗികമായി പറയുന്നത്. പക്ഷേ അനൗദ്യോഗികമായി ഇതിൻ്റെ പിന്നിലുള്ള മറ്റൊരു വസ്തുത, ഇന്ത്യയുമായി അതിർത്തി തർക്കങ്ങളുള്ള പാകിസ്ഥാനും ചൈനയും രണ്ട് നേതാക്കളും ഇന്ത്യയിൽ സംഗമിക്കുന്നത് ഒഴിവാക്കാൻ ഇന്ത്യ നടത്തിയ ഒരു ബുദ്ധിപരമായ നീക്കം എന്ന നിലയിലാണ് 2023 ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പങ്കെടുക്കാതിരുന്നത് എന്നുള്ളത് കൂടി ഓർക്കണം. പക്ഷേ നമ്മുടെ ഓർമ്മ കുറച്ച് പിന്നോട്ട് പോകണം. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാകിസ്ഥാനിലേക്ക് ക്ഷണിച്ചത് ആണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വാർത്ത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപ്രതീക്ഷിതമായി പാകിസ്ഥാനിൽ പോയ ഒരു സംഭവം കൂടിയുണ്ട്. അതും കൂടി നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. അത് 2015 അദ്ദേഹം റഷ്യ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷം അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമായ കബൂളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്കിടെ അദ്ദേഹം പാകിസ്ഥാൻ്റെ എയർ സ്പേസിൽ പ്രവേശിച്ച സമയത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിൻ്റെ പിറന്നാളായിരുന്നു. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വിമാനത്തിലിരുന്നു കൊണ്ട് തന്നെ നവാസ് ഷെരീഫിനെ ഫോണിൽ വിളിച്ച് പിറന്നാൾ ആശംസകൾ നേരുകയായിരുന്നു. അപ്പോൾ നവാസ് ഷെരീഫ് ഭംഗ്യന്തരേണ ഒരു കാര്യം പറഞ്ഞു, ഏതായാലും താങ്കൾ എൻ്റെ രാജ്യത്തിൻ്റെ എയർ സ്പേസിലൂടെയാണല്ലോ കടന്നു പോകുന്നത്, ഒന്ന് വന്നിരുന്നെങ്കിൽ ഒരു ചായയും കുടിച്ച് പിരിയാമായിരുന്നു എന്നൊരു ഓഫർ വെക്കുന്നു. പ്രധാനമന്ത്രി മോദി ആ ഓഫർ സ്വീകരിച്ച് ലാഹോറിൽ വിമാനമിറങ്ങി. അന്ന് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അന്ന് നവാസ് ഷെരീഫിൻ്റെ ചെറുമകളുടെ വിവാഹം കൂടിയായിരുന്നു. അങ്ങനെ ആ സൽക്കാരത്തിലടക്കം പങ്കെടുത്ത് അത് വലിയ വാർത്തയാവുകയും ചെയ്തു. പക്ഷേ അതിനുശേഷവും രണ്ട് നേതാക്കൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടില്ല. അതിന് കാരണം ഈ ഉറി ഭീകരാക്രമണം, പുൽവാമ ഭീകരാക്രമണം, അങ്ങനെ നിരന്തരമായിട്ടുള്ള ഭീകരാക്രമണങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെട്ട സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു നിലപാടിലേക്ക് പോയത്. ഇനി മറ്റൊരു സംഗതി കൂടി ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ നമ്മൾ ഓർത്തെടുക്കേണ്ടതാണത് 2011 അന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന യൂസഫ് റാസ ഗിലാനി അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. അതിനെ ഒരു ക്രിക്കറ്റ് നയതന്ത്രം എന്നാണ് വിശേഷിക്കപ്പെട്ടത്. പ്രധാനമന്ത്രി മോദി നവാസ് ഷെരീഫിനെ കാണാൻ അവിടെ ഇറങ്ങിയതിനെ ഒരു പേഴ്സണൽ നയതന്ത്രം എന്നാണ് വിശേഷിപ്പിച്ചതെങ്കിൽ 2011 യൂസഫ് റാസ ഗിലാനി വന്നത് ഇന്ത്യയും പാകിസ്ഥാനും ലോകകപ്പ് സെമി ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് നേരിൽ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ആ സെമി ഫൈനലിൽ ഇന്ത്യ ജയിക്കുകയും ആ ലോകകപ്പ് ഇന്ത്യ നേടുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിനെ ഒരു ക്രിക്കറ്റ് നയതന്ത്രം, അതിനുശേഷം അല്ലെങ്കിൽ അതിനു മുമ്പും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം സുദൃഢമാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു അസ്വാരസ്യം ഇല്ലാതാക്കുന്നതിൽ ക്രിക്കറ്റ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ ക്രിക്കറ്റ് നയതന്ത്രം എന്നാണ് വിശേഷിപ്പിച്ച് പോന്നിരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള സകലമാന ബന്ധങ്ങളും സകലമാന സൗഹൃദങ്ങളും ഇപ്പോൾ നിലച്ച ഒരവസ്ഥയിലാണ്. പാകിസ്ഥാൻ ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാകിസ്ഥാനിലോട്ട് ക്ഷണിച്ചുകൊണ്ട് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പ്രധാനമന്ത്രിക്കുള്ള ക്ഷണം നൽകിയിരിക്കുന്നത്. ഇനി ചൈന വേദിയായ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി 2025 ഒരു ഓർമ്മയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അവിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവർ വളരെ അസാധാരണമാം വിധം വലിയ രീതിയിൽ സൗഹൃദം പങ്കിടുകയും ഒരു ഫോട്ടോഷൂട്ടിന് പോലും നിൽക്കുന്ന മട്ടിൽ ഈ മൂന്ന് പേരുടെയും നേതാക്കളുടെയും ചിത്രങ്ങൾ വളരെ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു. അത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെതിരായിട്ടുള്ളൊരു സന്ദേശം എന്ന രീതിയിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഈ ഫോട്ടോഷൂട്ടും അല്ലെങ്കിൽ ഈ നേതാക്കളുടെ സൗഹൃദ പ്രകടനമൊക്കെ നടക്കുന്ന സമയത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഒരു കാഴ്ചക്കാരനായി മാത്രം ഒതുങ്ങിപ്പോകുന്ന ദൃശ്യവും നമ്മൾ കണ്ടതാണ്. ഇനി ഒരു പക്ഷേ, ഞാൻ അങ്ങനെ തന്നെ ചേർത്ത് പറയുകയാണ്, ഒരു പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെയുള്ള നമ്മുടെ ഏതൊക്കെ ഇതേവരെ പാകിസ്ഥാനുമായിട്ടുള്ള നിലവിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ച് എങ്കിൽ പാകിസ്ഥാനിലേക്ക് പോയിക്കളയാം, ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിലേക്ക് പോയിക്കളയാമെന്ന് തീരുമാനിച്ചാൽ പോലും അവിടെ
പാകിസ്ഥാൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആതിഥേയ രാഷ്ട്രം അത് ഒരു കാഴ്ചക്കാരനായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനിലേക്ക് പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ സാഹചര്യം തീരെ ഇല്ല എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ സ്ഥിരീകരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയുടെ ഒരു പ്രതിനിധി സംഘം ഈ SCO സമ്മിറ്റ് എന്ന് പറയുന്നത് അതിൽ അംഗരാജ്യങ്ങൾ പങ്കെടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രതിനിധി സംഘം ഒരുപക്ഷെ വിദേശകാര്യമന്ത്രി ജയശങ്കറിൻ്റെ നേതൃത്വത്തിലാകാം അത്തരത്തിലൊരു പ്രതിനിധി സംഘം പാകിസ്ഥാനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇത്തരത്തിലൊരു ക്ഷണം പാകിസ്ഥാൻ നടത്തിയ സ്ഥിതിക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് കരുതാം.